നമസ്കാരം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തികൾ വീണ്ടും അശാന്തമാവുകയാണ്. വലിയൊരു യുദ്ധത്തിൻ്റെ ഒരു മണിമുഴക്കം നമ്മൾ കേൾക്കുകയാണ്. ഒരുപക്ഷേ വലിയ തോതിലുള്ളൊരു യുദ്ധത്തിലേക്ക് അത് മാറുമോ, അല്ലെങ്കിൽ യുദ്ധം വലിയ കുഴപ്പമില്ലാതെ അവസാനിക്കുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഒരു യുദ്ധത്തിൻ്റെ കാഹളം നമ്മുടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളത് എല്ലാ രീതിയിലും നമുക്ക് ആശങ്ക പരത്തുന്ന കാര്യമാണ്. ഒരു യുദ്ധം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആകെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വളരെ ദീർഘകാലത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. മാത്രമല്ല, യുദ്ധം ഒരു പരിഹാരവുമല്ല ഒരു പ്രശ്നത്തിനും. യുദ്ധത്തിലൂടെ ഒരു പ്രശ്നവും ആത്യന്തികമായി പരിഹരിക്കപ്പെട്ടതായി നമ്മുടെ മുമ്പിൽ തെളിവുകൾ അവശേഷിക്കുന്നില്ല. ഈ പുതിയ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ യുദ്ധം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ വിജയികളില്ല, പരാജിതരുമില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. മാത്രവുമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം തുടരുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോകുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെ അതിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മുൻകാലങ്ങളിലെല്ലാം ലോക നേതാക്കന്മാരും ഐക്യരാഷ്ട്ര സംഘടനയുമൊക്കെ ഇത്തരം സംഘർഷങ്ങളിൽ ഇടപെട്ട് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുന്നതിനും യുദ്ധം അധികം നീണ്ടുപോകാതെ അവസാനിപ്പിക്കുന്നതിനുമൊക്കെയുള്ള മുൻകൈ എടുത്തിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള മുൻകൈകൾ ലോക രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഒരു റോൾ ഇത്തരം കാര്യങ്ങളിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ ഒരു യുദ്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് സാമ്പത്തികമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് അതിലേറ്റവും പ്രധാനം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മുതൽ പ്രതിദിനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരെ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില കണക്കുകൾ പരിശോധിച്ചാൽ സാമ്പത്തികമായി വരുന്ന ചില കാര്യങ്ങൾ ഇതിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു ലോകത്ത് ഇന്ന് യുദ്ധത്തിന് വേണ്ടി പ്രതിദിനം ആളോഹരി $5 വീതം ചെലവഴിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ലോകത്തിൽ എവിടെ നമ്മൾ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിലും അത് ആളോഹരി കണക്കെടുക്കുമ്പോൾ ലോകത്ത് ആളൊന്നിന് $5 വീതം ഓരോ ദിവസവും യുദ്ധ ചെലവിനായി ചെലവഴിക്കപ്പെടുന്നുണ്ട് എന്നാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. അതുപോലെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ അവയുടെ GDPയുടെ 41% യുദ്ധത്തിനായി ചെലവഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പ്രതിരോധ ചെലവുകൾക്കായി ചെലവഴിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം വരുന്നു. അതേസമയത്ത് ശരാശരി എടുക്കുമ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടാതെ സമാധാനത്തിൽ കഴിയുന്ന രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവരുടെ പ്രതിരോധത്തിനുള്ള ചെലവുകൾ GDPയുടെ 3.41% എന്നും ആണ് കണക്കാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ 41% യുദ്ധത്തിൻ്റെ GDPയുടെ 41% ചെലവഴിക്കുമ്പോൾ കോവിഡ് കാലത്ത് ഈ വികസിത രാജ്യങ്ങൾ പോലും ഉത്തേജക പാക്കേജിനും ആരോഗ്യ മേഖലയ്ക്കും വേണ്ടിയൊക്കെ ചെലവാക്കിയ കണക്ക് വരുമ്പോൾ അത് മൊത്തം GDPയുടെ 15% താഴെയാണ് എന്ന് ഓർക്കണം. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി വരുന്ന ഭാരിച്ച ചെലവ് ഒരു രാജ്യത്തെ എത്രമാത്രം സാമ്പത്തികമായി പിന്നോട്ടടിപ്പിക്കും, വികസനത്തിൻ്റെ കാര്യത്തിൽ അത് പുറകോട്ട് പോകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുന്നു, അത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ ഇക്കോണമി, സമ്പദ്ഘടന ഒരു 10 വർഷമെങ്കിലും പുറകോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം അത് പൂർണ്ണതോതിലുള്ള അല്ലെങ്കിൽ ഓപ്പൺ വാറിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഓപ്പൺ വാറിലേക്ക്, അല്ലെങ്കിൽ തുറന്ന യുദ്ധത്തിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ വരുന്ന ചെലവ് ഏകദേശം ചില ഏജൻസികൾ കണക്കാക്കിയിരിക്കുന്നത് ഒരു ദിവസം യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി $1460 കോടി മുതൽ $5000 കോടി വരെ ചെലവഴിക്കേണ്ട സാഹചര്യം
വന്നു ചേർന്നേക്കാം എന്നാണ്. അതായത് ഒരു ഏറ്റുമുട്ടൽ ശക്തമായി വരുമ്പോൾ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചതിന് തുല്യമാണ്. അപ്പോൾ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഓപ്പറേഷനായാലും നമ്മൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നു. അതിന് പണം കണ്ടെത്തേണ്ടതായി വരുന്നു. അതൊരു ഒരു ഒരു അത്യന്തം അടിയന്തരമായൊരു സാഹചര്യമാണ്. ആ സാഹചര്യമാണ് യുദ്ധമുഖത്തും ഉണ്ടാവുന്നത്. അവിടെ പണമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് റിസോഴ്സസ് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. ഉള്ള റിസോഴ്സസ്, ഉള്ള പണം, ഉള്ള നമ്മുടെ സമ്പത്ത് എല്ലാം തന്നെ യുദ്ധത്തിലേക്ക് എടുത്ത് ചെലവഴിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം വരികയാണ്. ഇപ്പോൾ അല്പം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഏതാണ്ട് 1.30 ലക്ഷം കോടി രൂപ മുതൽ 1.50 ലക്ഷം കോടി രൂപ വരെ ചെലവഴിക്കേണ്ടി വരും എന്നാണ് ഏകദേശം കണക്കാക്കപ്പെടുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ, അതായത് 2025-26 സാമ്പത്തിക വർഷത്തെ മൊത്തം നമ്മൾ ചെലവാക്കിയിരിക്കുന്ന ചെലവിൻ്റെ കണക്ക് 50.65 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക വകമാറ്റിയിരിക്കുന്നത് എന്തിനാണ്? 6.81 ലക്ഷം കോടി രൂപ പ്രതിരോധ ചെലവുകൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. അതായത് മൊത്തം ബഡ്ജറ്റ് ചെലവിൻ്റെ 10% ഡിഫൻസ് എക്സ്പെൻഡിച്ചറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുൻവർഷത്തെ അപേക്ഷിച്ച് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ 9.53% വർദ്ധിച്ചിരിക്കുകയാണ്. ആ ചെലവിന് അപ്പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെത്രയാകും എന്ന് നമുക്ക് കണക്കാക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ആവശ്യത്തിനനുസരിച്ച് യുദ്ധത്തിൻ്റെ അവസാനം കാണുന്നതുവരെ തുക ചെലവഴിക്കേണ്ട സാഹചര്യത്തിലേക്ക് അത് പോവുകയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് 200 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെ ചിലവായതാണ് കണക്ക്. അന്ന് ഏതാണ്ട് 2 ആഴ്ചയാണ് യുദ്ധം നീണ്ടു നിന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ 10,000 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ വിഭവങ്ങൾ ആ യുദ്ധ ചെലവിലേക്ക് മാറ്റേണ്ടതായി വരുന്നു. സ്വാഭാവികമായും മറ്റ് വികസന പ്രവർത്തനങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം വരുന്നു. എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം മുതൽ വിദ്യാഭ്യാസം മുതൽ ആതുര സേവനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും തുകയിൽ വെട്ടിക്കുറവ് വേണ്ടി വരുന്നു. അപ്പോൾ ഒരു യുദ്ധം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല യുദ്ധങ്ങൾ, ഇപ്പോൾ 71 യുദ്ധം വരുമ്പോൾ വലിയ തോതിൽ ഭക്ഷ്യക്ഷാമം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായി. അരിയും ഗോതമ്പും അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാത്ത അവസ്ഥാവിശേഷം ഉണ്ടായി. ബജ്റ, ചോളം പോലെയുള്ള നമ്മൾക്ക് പരിചിതമല്ലാത്ത ധാന്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജീവിതം നിലനിർത്തി മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വന്നിരുന്നു. മണ്ണെണ്ണ പോലും കിട്ടാത്ത ഒരു സാഹചര്യം അന്നുണ്ടായി. കപ്പ റേഷൻ കടകൾ വഴി പോലും വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം 1971 ഉണ്ടായി. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിതരണ ശൃംഖലയും ഉൽപ്പാദനം മുതൽ എല്ലാ മേഖലകളെയും ദോഷകരമായി നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത്. ലോകം കണ്ട ഏറ്റവും ഭീകരമായ യുദ്ധങ്ങളിൽ ഒന്ന് വിയറ്റ്നാം യുദ്ധമാണ്. 1975 ആ യുദ്ധം അവസാനിക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ അവസാനിച്ചതിൻ്റെ അല്ലെങ്കിൽ വിയറ്റ്നാം വിജയം കൈവരിച്ചതിൻ്റെ 50-ാം വർഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ആ യുദ്ധം വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമ്പത്തിനെ അടിമുടി തകർക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അതിനുശേഷം കുറേ കാലത്തോളം വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുക പ്രയാസമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ഇച്ഛാശക്തിയോടുള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ട് സാമ്പത്തിക രംഗത്ത് വലിയ വികസനവും മുന്നേറ്റവും ഉണ്ടാക്കാൻ വിയറ്റ്നാമിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് കുറേ വർഷങ്ങളെടുത്തു. ഇപ്പോൾ 50 വർഷം പിന്നിടുമ്പോൾ ആ രാജ്യം ഒരു വലിയ വികസ്വര രാജ്യമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ശക്തമായൊരു വികസന രാജ്യമാണ്. ലോക സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്ക് നിർണായകമായ പ്രാധാന്യമുണ്ട്. 2047 ഒരു വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു യുദ്ധം വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇത് 10 വർഷത്തിലേക്ക് പുറകോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയെ അത് മുരടിപ്പിക്കും.
വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സമസ്ത മേഖലയിലും അതുണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2047 വികസിത ഭാരതമാവുക എന്നുള്ളൊരു ലക്ഷ്യം കൈവരിക്കുക എളുപ്പമായി മാറുകയില്ല. അതുകൊണ്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും പ്രതികൂലമായി ബാധിക്കുന്ന, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുച്ചൂടും തകർക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ യുദ്ധം പാടില്ല, യുദ്ധം അനാവശ്യമാണ്, യുദ്ധം എന്ന് പറയുന്നത് മാനവികതയ്ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്, മാനവികതയ്ക്ക്, മനുഷ്യന് അത് എതിരാണ് എന്ന് നമ്മൾ വിമർശിക്കുന്നത് അതുകൊണ്ടാണ്. യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നും ഒരു രാജ്യത്തിന് കരകയറുന്നതിന് നിരവധി വർഷങ്ങൾ വേണ്ടിവരും. ഉദാഹരണത്തിന് യുക്രൈൻ യുദ്ധം, യുക്രൈൻ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയുണ്ട്. യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. യുദ്ധം അവസാനിച്ച ഒരു തിരിച്ചുവരവിന് ഉക്രൈൻ എടുക്കുന്ന സമയം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. ഓരോ യുദ്ധത്തിനും ഇതേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക്, അതൊരു വലിയ തോതിലുള്ളൊരു യുദ്ധമായി, ദീർഘകാലം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമായി പരിണമിക്കുകയാണെങ്കിൽ വലിയ പരിക്ക് നമ്മളെപ്പോലുള്ള രാജ്യത്തിന് ഏൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ നമ്മളെല്ലാവരും പറയുന്ന പോലെ ഒരു തെമ്മാടി രാജ്യം തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ വിലക്കയറ്റമാണ്. അതുപോലെ കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഒന്നും നോക്കാനുണ്ടാവില്ല. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി അതല്ല. ഇന്ത്യ ഒരു വികസന രാജ്യമാണ്. ലോകത്ത് കുതിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അതുകൊണ്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ടുള്ള യുദ്ധത്തിലേക്ക് വരുന്നത്, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിണമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പിന്നോട്ടടിപ്പിക്കുന്ന ഒന്നായിരിക്കും. നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള കെടുതികൾ അത് കൊണ്ടുവരും. ഒരു പക്ഷേ കേരളം പോലുള്ളൊരു സംസ്ഥാനം ഇനിയും ഒരു തുറന്ന യുദ്ധത്തിൻ്റെ അനുഭവം നമുക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് വന്നാൽ ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടും എന്നുള്ള 1971 ആയുധങ്ങളല്ല എന്നുള്ളത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഒരു തീവ്രത എത്രയായിരിക്കുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇന്നത്തെ നിലയിൽ നിന്ന് വളർന്ന് വലിയ യുദ്ധമായി പരിണമിക്കാതിരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ടുള്ള തുറന്ന യുദ്ധത്തിലേക്ക് മാറാതിരിക്കട്ടെ. സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വീണ്ടും ഉണ്ടാകട്ടെ. യുദ്ധം ഒരു പ്രശ്നത്തിനും ശാശ്വതമായൊരു പരിഹാരമല്ല. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുന്നുമില്ല, പരാജയപ്പെടുന്നുമില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.